നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. നന്നമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ പി.കെ. റൈഹാനത്ത് സ്ഥാനം രാജിവെച്ചു. ഇന്ന് വൈകുന്നേരം 4:45 പഞ്ചായത്ത് സെക്രട്ടറി ദേവേഷിന് മുമ്പാകെയാണ് രാജിക്കത്ത് നൽകിയത്. പാർട്ടി നിർദ്ദേശപ്രകാരമാണ് രാജി. മുസ്ലിം ലീഗ് അംഗങ്ങൾക്കിടയിലുള്ള ഭിന്നതയെ തുടർന്നാണ് രാജിവെക്കേണ്ടി വന്നത്. 21ാം വാർഡ് മെമ്പറായ പി.കെ. റൈഹാനത്ത് ആദ്യമായാണ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നതും പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതും. പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം പഞ്ചായത്ത് അംഗങ്ങൾ പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് പാർട്ടി ഇടപെടുകയും തുടർന്ന് നടന്ന ചർച്ചയെ തുടർന്ന് രാജിയിൽ കലാശിക്കുകയുമായിരുന്നു. മറ്റു അംഗങ്ങളെ പരിഗണിക്കുന്നില്ല എന്നതായിരുന്നു പരാതി. ഞായറാഴ്ച ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ മെമ്പർമാരെയും മലപ്പുറത്ത് വിളിച്ചുകൂട്ടിയിരുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ രാജിവെച്ച് മേൽക്കമ്മിറ്റികളെ അറിയിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ രാജിവെക്കാൻ ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റി കത്ത് നൽകിയിരുന്നു. എന്നാൽ വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് രാജിവെച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇന്നലെ വീണ്ടും വിളിപ്പിച്ച് നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്നാണ് ഇന്ന് 5 മണിക്ക് പഞ്ചായത്ത് സെക്രട്ടറി ദേവേഷ് മുമ്പാകെ രാജി സമർപ്പിച്ചത്. ഏറെ ചാരിതാർത്ഥ്യത്തോടെയാണ് പടിയിറങ്ങുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയതിനു പുറമെ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന ബൃഹത് പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ നേട്ടവുമായാണ് പടിയിറങ്ങുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. സമഗ്ര കുടിവെള്ള പദ്ധതി, പൊതുശ്മശാനം, നന്നമ്പ്ര തട്ടത്തലം കോളനിയിലെ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തൽ, തിരുത്തി ലക്ഷം വീട് കോളനിയിലെ ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കൽ തുടങ്ങിയ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയതിന്റെ സന്തോഷത്തിലാണ് പടിയിറങ്ങുന്നതെന്നും ഇതുവരെ സഹകരിച്ച ജീവനക്കാരോടും സഹപ്രവർത്തകരോടും പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടും നന്ദി പറയുന്നതായും തുടർന്നും സഹകരണം ഉണ്ടാകണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു. ഞാൻ ഇന്ന് 20/5/2024 തിങ്കളാഴ്ച ഇന്ന് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കുകയാണ്. ഈ രാഷ്ട്രീയത്തിൽ തന്നെ ആദ്യമായിട്ട് വന്നൊരു വ്യക്തിയാണ് ഞാൻ. ടീച്ചറായി കൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ വാർഡിൽ നിന്നും എൻ്റെ വാർഡ് കമ്മിറ്റി എന്നെ ഈ മെമ്പർ സ്ഥാനത്തേക്ക്, പാർട്ടിയുടെ മെമ്പർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഞാൻ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ എൻ്റെ വാർഡ് കമ്മിറ്റി പ്രതീക്ഷിക്കപ്പുറം എന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി കൊണ്ടുവന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3.5 വർഷത്തോളമായി ഞാൻ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തുടർന്ന് ഇന്ന് ഞാൻ ആ സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ പോവുകയാണ്. നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിൻ്റെ മുൻ ഭരണസമിതിയിലൊക്കെ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു സമഗ്ര കുടിവെള്ള പദ്ധതി. ആ കുടിവെള്ള പദ്ധതിക്ക് സ്ഥലം വാങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങൾ, ടാങ്കായാലും അതുപോലെ തന്നെ റോഡ് ഈ പൈപ്പിട്ട് ബാക്കി പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട്. കാരണം നമ്മുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം പ്രസിഡൻ്റായി ഞാൻ ഇരിക്കെ ഇതിനൊക്കെ തുടക്കം കുറിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിൽ കാലങ്ങളായിട്ടുള്ള പൊതു ശ്മശാനം എന്നത് നമ്മളെ ഏറെ കാലത്തെ ഒരു സ്വപ്ന പദ്ധതിയാണെങ്കിൽ കൂടി നമ്മുടെ പഞ്ചായത്തിൽ തന്നെ മുഴുവൻ പൊതുജനങ്ങളുടെ അടുത്തു നിന്നും അതുപോലെ തന്നെ പഞ്ചായത്ത് സർക്കാരിൽ നിന്നും കിട്ടിയ പഞ്ചായത്തിൻ്റെ വിഹിതവും കൂട്ടിച്ചേർത്ത് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി എനിക്ക് ആ പദ്ധതിക്ക് വേണ്ടി, ആ ഒരു ശ്മശാന ഭൂമിക്ക് വേണ്ടി സ്ഥലം വാങ്ങാൻ ഈ ഒരു ഭരണസമിതി പ്രസിഡൻ്റായി നിന്നുകൊണ്ടിരിക്കെ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള തട്ടത്തലം കോളനി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് മുമ്പത്തെ ഭരണസമിതിയൊക്കെ ഏറെ കാലമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ചെല്ലുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായി നിർത്തിവെച്ചതായിരുന്നു. നമ്മുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം നമ്മുടെ ഏറെ ഇടപെടലും മൂലം ആ തട്ടത്തലം കോളനി അളന്ന് തിട്ടപ്പെടുത്താൻ സാധിച്ചു. അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അത് ഈ ഭരണസമിതി എന്ന നിലക്ക്, പ്രസിഡന്റ് എന്ന നിലക്കും എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പഞ്ചായത്തിലെ തിരുത്തി ലക്ഷം വീട് കോളനിയിലെ 5 വീടുകൾ ഇരട്ട വീടായിരുന്നു. ആ ഇരട്ട വീട് ഒറ്റ വീടാക്കൽ പദ്ധതിക്ക് വേണ്ടി മുമ്പത്തെ ഭരണസമിതി ശ്രമിച്ചെങ്കിലും അവർക്ക് അതിൻ്റെ തടസ്സങ്ങൾ മൂലം അവർക്ക് അത് പൂർത്തീകരിക്കാൻ, അവർക്ക് ആ ലക്ഷ്യത്തിലെത്താൻ അവർക്ക് സാധിച്ചില്ല. ഈ ഭരണസമിതി വന്നതിന് ശേഷം
നമ്മൾ അതിൻ്റെ തടസ്സങ്ങൾ മാറ്റി നമ്മൾ അതിലേക്ക് ഫണ്ട് വെച്ചു. 5 വീടുകൾ ഇരട്ട വീട് ഒറ്റ വീടാക്കി പണി പൂർത്തീകരിച്ചു. ഇനി 5 വീടുകൾ നമ്മുടെ ഈ സമയത്ത് തന്നെ അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പദ്ധതി തന്നെയാണ് ഇരട്ട വീട് ഒറ്റ വീടാക്കൽ പദ്ധതി. സംസ്ഥാനത്ത് തന്നെ ഇങ്ങനെയുള്ള ഒരു ഇരട്ട വീട് ഒറ്റ വീടാക്കൽ പദ്ധതിക്ക് വേണ്ടി ആദ്യമായിട്ട് പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ കണ്ണമ്പ്ര പഞ്ചായത്തിനാണ്. ആ പദ്ധതി 5 വീടുകൾ പൂർത്തിയായി. ഇനി 5 വീടുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അത് ഈ ഭരണസമിതിയുടെയും അതുപോലെ തന്നെ പ്രസിഡന്റ് എന്ന നിലക്കും ആ വാർഡ് മെമ്പർ എന്ന നിലക്കും ആ കുടുംബങ്ങൾക്ക് ഒരു വീടാക്കി കൊടുത്തതിൽ വളരെയധികം ആ കുടുംബങ്ങളും കൂടെ സന്തോഷം തന്നെയാണ്. ഒരു വാർഡ് മെമ്പർ എന്ന നിലക്കും ഒരു ഭരണസമിതി എന്ന നിലക്കും അതുപോലെ തന്നെ പ്രസിഡന്റ് എന്ന നിലക്കും ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയാനുള്ളത്. അതിന് ഈ ഒരു സമയത്ത് ഈ ഒരു കാലയളവിൽ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ വളരെയധികം പ്രയാസം അനുഭവിച്ച ഒരു സമയമായിരുന്നു നമ്മൾ ഈ ഭരണസമിതി വന്ന സമയത്ത് തന്നെ. അതിൽ നിന്ന് നമ്മൾ MLA-യെയും അതുപോലെ തന്നെ മന്ത്രിയെയും ഒക്കെ കണ്ട് നമ്മൾ ജില്ലാ തലത്തിലും നിരന്തരം നമ്മൾ കത്തുകളും അവരുടെ ആവശ്യാർത്ഥം നമ്മുടെ കത്തുകളും മറ്റുമായിട്ട് നമ്മൾ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഫണ്ട് അനുവദിക്കുകയും 98 കോടിയുടെ ഈ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ അതിനെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വർക്കുകൾ പ്ലാന്റിൻ്റെ ആയാലും അതുപോലെ തന്നെ റോഡ് പൈപ്പിടുന്ന കാര്യത്തിലായാലൊക്കെ വർക്കുകൾ നല്ല രൂപത്തിൽ 60-70% വർക്കുകളായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും അതിന് മുന്നോട്ട് പോകുന്നതിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ കൂടി അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ എന്നും ഒരു മെമ്പറായിക്കൊണ്ട് ഉണ്ടാവുമെന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഒട്ടനവധി വികസനങ്ങൾ നമ്മുടെ ഈ ഭരണസമിതിക്ക് ഇവിടെ ഈ കാലയളവിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ കുറേ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ സംസാരിച്ചിട്ടുള്ളൂ. ഇനിയും ഒത്തിരി വികസനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടന്നതായിട്ടുണ്ട്. അതുപോലെ തന്നെ വെറ്റിനറിക്ക് അവിടെ ജൂലിയക്കുന്നിൽ ഭൂമി വാങ്ങാൻ സാധിച്ചു. സ്വന്തമായി ഒരു കെട്ടിടം ഇല്ലാതെ ചോർന്നലിക്കുന്ന ഒരു രൂപത്തിലായിരുന്നു നമ്മുടെ വെറ്റിനറി ഡിസ്പെൻസറി. അവർക്ക് സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങിയിട്ടുണ്ട്. അതിനുള്ള പ്രപ്പോസൽ നമ്മൾ ജില്ലയിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. 50 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹരിത കർമ്മസേനയ്ക്ക് സ്വന്തമായൊരു വാഹനം വാങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ അവർക്ക് ഫണ്ട് വെച്ച് അതിനുള്ള വാഹനം വാങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെയധികം ഞാൻ സന്തോഷവതിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ച അത്ര എനിക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ആദ്യമായി വന്ന ഈ രാഷ്ട്രീയത്തിലേക്ക് വന്ന എനിക്ക് ഇത്രയും പിന്തുണ തന്ന് നിങ്ങൾ വിചാരിച്ച അത്ര ഉയർന്നിട്ടില്ലെങ്കിലും എന്നെ കഴിയുന്ന രൂപത്തിൽ ഞാൻ ഈ ഒരു പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. തുടർന്നും മെമ്പർ സ്ഥാനത്ത് നിന്നുകൊണ്ട് പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഞാൻ ഉണ്ടാവുമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ഇനി അങ്ങോട്ട് തുടർന്ന് നിങ്ങളുടെ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്നും വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഞാൻ സ്ഥാനമൊഴിയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. 21-അംഗ ഭരണസമിതിയിൽ മുസ്ലിം ലീഗിന് 12 മെമ്പർമാരും കോൺഗ്രസിന് 5 മെമ്പർമാരും വെൽഫെയർ പാർട്ടിക്ക് 1, LDFന് CPM സർവ്വസ്വതന്ത്രൻ 1, BJPക്ക് 1 സ്വതന്ത്രനായി 1 മെമ്പറും എന്നിങ്ങനെയാണ് നിലവിൽ കക്ഷിനില. അതേസമയം പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് തലവേദനയാകും. 5 വനിതകളാണ് പാർട്ടിയിൽ ഉള്ളത്. ഇതിൽ ആരെ തെരഞ്ഞെടുക്കുമെന്നത് പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാകും. 5-ാം വാർഡ് മെമ്പർ സൗദ മരക്കാരുട്ടി, 7-ാം വാർഡ് അംഗം A. റൈഹാനത്ത്, 19-ാം വാർഡ് അംഗം തസ്ലിന ഷാജി എന്നിവരുടെ പേരുകളാണ് നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ഇതിൽ ആരെ തെരഞ്ഞെടുക്കുമെന്നത് ലീഗിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.